ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. അപ്പോൾ നിങ്ങൾക്കിത് റവയ്ക്ക് പകരം ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്യാം. നുറുക്ക് ഗോതമ്പ് ആകുമ്പോൾ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്ത് ഒരു 1.5 മണിക്കൂർ കുറച്ച് ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 2 പഴുത്ത പഴമാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സാധാരണ നമ്മളെ മൈസൂരി പഴം, അതായത് പാളയംകോടൻ പഴം ഒക്കെ എടുക്കാം. ഏതാണ് നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത മധുരമുള്ള പഴച്ച അതെടുക്കാം. അപ്പോൾ പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇത് കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം. അല്ല വേണമെങ്കിൽ ശർക്കര ആയാലും പ്രശ്നമില്ല. പക്ഷേ ഇതിൽ പഞ്ചസാരയാണ് സാധാരണ കൂടുതൽ ചേർക്കാറ്. ഇനിയിപ്പോൾ ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർക്കുക. അപ്പോൾ നാളികേരത്തിന് അങ്ങനെ അളവൊന്നും നോക്കാനില്ല, കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റാണ്. എന്നാലും ഒരു ചെറുകിയ നാളികേരമാണെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാം. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കൂടുതലുണ്ടെങ്കിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം ചേർക്കണമെങ്കിൽ ഇതിലേക്ക് മധുരം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് അളവൊക്കെ എടുക്കുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിൻ്റെ ശേഷം മാത്രം ഞാൻ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ കാച്ചിയതായാലും അല്ലാത്തതായാലും ഒരു പ്രശ്നവുമില്ല. കുറച്ച് പാല് ചേർക്കുക. ആ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാൻ മാത്രമുള്ള പാല് ചേർക്കുക. കുറേ അങ്ങോട്ട് ഒഴിക്കരുത്, അപ്പോൾ വെള്ളത്തോടക്കനെ ആവും. ഞാനിപ്പോൾ നോർമൽ സാധാരണ പശുവിൻ പാല്, പാക്കറ്റ് പാലാണ് ചേർത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നാളികേര പാല് ചേർക്കാം. നാളികേരത്തിൻ്റെ പാല് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി സാധാരണ പാലും നാളികേരത്തിൻ്റെ പാലും രണ്ടും ചേർക്കണം എന്നില്ല, കുറച്ച് വെള്ളം ചേർത്താലും മതി. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ചേർത്തിട്ടും ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ പാല് ഒക്കെ ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക. അതും അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അങ്ങോട്ട് കലക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കണം. ഇത് റവയാവുക കാരണം ഇതൊന്ന് കുതിർന്ന് വരണം. അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ കുറച്ച് നേരം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശക്കല്ലുമ്പിലാണ് ഞാനിപ്പോൾ ചുടുന്നത്. അപ്പോൾ ദോശക്കല്ല് അല്ലെങ്കിൽ ഏതെങ്കിലും പാനായാലും മതി. അപ്പോൾ അതിൻ്റെ മീതെ ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള ചെറിയ ചെറിയ ദോശ പോലെ, അതായത് പാൻ കേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ തവ അധികം ചൂടുണ്ടാവാൻ പാടില്ല, ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ല, നിറച്ചിങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഹോൾസ് വരും. നമ്മളിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് സോഡ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, എന്നാലും ആ പഴമൊക്കെ ചേർത്ത കാരണം ഇങ്ങനെ ചെറിയ ചെറിയ നിറച്ച് ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, പഴമൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ട്. ഇനി ഇതിൻ്റെ മീതെ നല്ല കുറച്ച് നെയ്യ് ചേർക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ല നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, അപ്പോൾ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ ഇത് മറിച്ചിടുക. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടത് ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ഇതായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റാണിത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു പാൻ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് ഹണി, അതായത് തേൻ ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അതുപോലെ ഇങ്ങനെ വെറുതെ പൊട്ടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് കൂടുതൽ ബട്ടറൊക്കെ നെയ്യൊക്കെ പുരട്ടിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നതെങ്കിൽ അപ്പോൾ പിന്നെ തേൻ കൂട്ടിയിട്ട് കഴിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നെയ്യും തേനും കൂടിയിട്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ തേൻ കൂട്ടിയിട്ടാണ് കഴിക്കണമെങ്കിൽ അതിൻ്റെ മീതെ നമുക്ക് നെയ്യ് ഒഴിക്കാതെ നിങ്ങൾ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ച് വലിയ പാനാണെങ്കിൽ നമുക്ക് ഒരേ സമയം 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ സ്നാക്സിൻ്റെ ടൈമിലൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.